ഈ വർഷം SSLC പബ്ലിക് എക്സാം എഴുതാൻ വരുന്ന കുട്ടികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങളിപ്പോൾ വിചാരിക്കും അത് ചിലപ്പോൾ എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതായിരിക്കാം, അല്ലെങ്കിൽ കൃത്യമായി ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ടീച്ചേഴ്സ് കൃത്യമായി എക്സാം പോർഷൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മോഡൽ എക്സാമോ പബ്ലിക് എക്സാമോ വരാനിരിക്കുന്ന ദിവസങ്ങൾ വരാൻ വേണ്ടി പോകാൻ അതായിരിക്കാം. എന്നാൽ ഞാൻ പറയുമ്പോൾ അതിനെപ്പറ്റി ഒന്നുമല്ല. നിങ്ങൾ നേരിടുന്ന കേരളത്തിൽ ഇന്ന് 90% കുട്ടികൾ, ഇന്ന് പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന 90% കുട്ടികളും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നൺ അതർ ദാൻ മടി. ഇതാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൽ കൂടുതൽ ഒന്നുമില്ല, ഇതിൽ കുറവൊന്നുമില്ല. പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാലും പഠനത്തെ പറ്റി ചിന്തിക്കുന്ന സന്ദർഭത്തിലും പരീക്ഷയെ പറ്റി ആലോചിക്കുന്ന സമയത്തും നമുക്ക് അതല്ലാത്ത, പഠിക്കുന്ന കാര്യമല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര താല്പര്യവും ഭയങ്കര ഇൻട്രസ്റ്റും പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഇല്ലാത്ത മടിൽ 4 ഭാഗത്ത് നമ്മളിലേക്ക് അങ്ങനെ അടിഞ്ഞുകൂടുക. ഇപ്പം നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പറ. ഞാൻ പറഞ്ഞ കാര്യം 100% ശരിയാണ്. നിങ്ങൾ കമൻറ്റ് ആയിരിക്കും, ശരിയായിരിക്കും, 100% ശരിയായിരിക്കും. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും ഇതിലൂടെ ഇങ്ങനെ കടന്നു പോയൊരു സമയത്ത്, ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, പരീക്ഷ ചെയ്യുന്ന സമയത്ത്, ഞങ്ങളൊക്കെ നിങ്ങൾ പറ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മടിയുണ്ട്. അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫാണ്. പക്ഷേ അതിൻ്റെ എത്രയോ മടങ്ങ് അധികമാണ് ഇന്നത്തെ കുട്ടികളിൽ കാണുന്ന അലസതയും മടിയും, പരീക്ഷയോടും അല്ലെങ്കിൽ പഠന കാര്യത്തോടുള്ള ഒരു താല്പര്യക്കുറവെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങളെ സമയത്തെ മാക്സിമം കളയുന്ന, സമയത്തെ തീർക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് വിനോദങ്ങൾ, അത് മൊബൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗെയിംസ് ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, നമ്മുടെ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പണ്ട് അത്തരം ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട് നമ്മൾ പലപ്പോഴും എങ്ങോട്ട് പഠന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പോകാറുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ പോലും അറിയാം, നമ്മുടെ സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനി നമ്മുടെ പരീക്ഷ എത്ര ആഴ്ചകൾ മാത്രമല്ല നമ്മുടെ എക്സാമിനുള്ളത്. നമ്മൾ പണ്ട് ഈ സമയത്ത് പറഞ്ഞിരുന്നു, ഏത് സമയത്ത് നമ്മൾ ഓണം എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇനി ഓണം എക്സാം പുതിയ പാറ്റേണൊക്കെ വന്നുകൊണ്ട് ആദ്യത്തെ പരീക്ഷ ആയതുകൊണ്ട് കൃത്യമായി വേണ്ട രീതിയിൽ നമുക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചു. പോലെ കുഴപ്പമില്ല, നമുക്കത് ക്രിസ്മസ് പിടിക്കാം. ക്രിസ്മസ് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുന്നത്, നമുക്കിനി മോഡലിൽ പിടിക്കാം. മോഡൽ കാര്യം നിങ്ങൾ പറയും പബ്ലിക്ക് പിടിക്കാമെന്ന്. മോഡലിനും പബ്ലിക്കിനും ഇടയിൽ ആകെ ഒരാഴ്ച ഗ്യാപ്പേ ഉള്ളൂ, 2 ആഴ്ച ഗ്യാപ്പ് മാക്സിമം, ഒരാഴ്ച 10 ദിവസം പിടിച്ചു നിങ്ങൾ. ഇനി പിടിക്കാനൊന്നുമില്ല. കയ്യിൽ നിന്ന് പോവാണ് നിങ്ങൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ. എന്താണ് സൊല്യൂഷൻ? ഭയങ്കര വലിയ സയൻറ്റിഫിക്കായി മരുന്ന് കുടിക്കുന്ന സൊല്യൂഷൻ ഒന്നല്ല. കറക്റ്റ് ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതൊന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കി നോക്ക്, നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്ക്, ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കുന്നത്, നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിന് ഒരു പാട്ട് കേൾക്കുക, നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കും, നല്ല ശ്രദ്ധ കൊടുത്ത് നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കും. പക്ഷേ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി അത് പോയി, നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഇതേ രീതിയിലാണ് ബ്രെയിൻ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തെയും ക്ലാസ്സിൽ ഇരിക്കുന്ന സന്ദർഭത്തിലും കേൾക്കുന്ന സാധനം ബ്രെയിൻ മനസ്സിലാക്കുന്നത്. അത് വെറുതെ എന്തോ കേൾക്കുക, അത് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ കേൾക്കുക എന്ന് തോന്നിപ്പിച്ച് കഴിഞ്ഞാൽ പണി പാളി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബ്രെയിനിന് തോന്നണം ഇവനെന്തോ കാര്യമായിട്ട് ഇവന് വേണ്ട സാധനത്തിൻ്റെ മേലെ അവൻ ഇരിക്കുന്നത് എന്ന തോന്നൽ കൊടുക്കണമെങ്കിൽ നമുക്ക് എത്ര ഡിസ്ട്രാക്ഷൻസ് വന്നാലും നമ്മൾ അത് ഇട്ട് പോകരുത്. അതിനെന്താ ചെയ്യുക? സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻ വരാതിരിക്കുക. നിങ്ങളിപ്പോൾ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എന്തോ നിങ്ങൾ പഠിക്കാനിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളൊരു പേജ് എടുക്കുക, ഒരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു പേജ് എടുക്കുക, പുസ്തകത്തിൻ്റെ ഒരു പേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ഡിസ്ട്രാക്ഷൻ നിങ്ങൾ പഠിക്കാനിരുന്നു ആദ്യം വന്ന കാര്യം എന്താ അറിയാമെങ്കിൽ, ഇന്നലെ സ്കൂളിൽ നിന്ന് എന്തോ പറഞ്ഞ സംഭവം അതവിടെ എഴുതി വെക്കുക, ഇന്നലെ അതാണ് എനിക്ക് വന്നത്. രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലത്തെ പോസ്റ്റ് ലൈക്ക് ഉണ്ടോ, അതങ്ങനെ എഴുതി വെക്കുക. മൂന്നാമത്തെ നമുക്ക് കുറച്ച് യൂട്യൂബിൽ ചെറിയ ഷോർട്സ് കണ്ടാലോ, അവിടെ എഴുതി വെക്കുക, ഞാൻ ഷോർട്സ് കണ്ടു അല്ലേ, നീ കടന്നുറങ്ങുന്നത് കണ്ടു എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഷോർട്സ് ഞാൻ കണ്ടു എന്നങ്ങ് എഴുതി വെക്കുക. പിന്നെ എന്താ പരിപാടി? പിന്നെ 4ാമത്, അപ്പോൾ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ കാര്യങ്ങൾ അങ്ങനെ എഴുതി വെക്കുക. ഒരു 8-9 ആകുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവും, ഞാനിനി എന്തൊക്കെ ചോദിപ്പിച്ചിട്ടും കാര്യമില്ല, എന്തൊക്കെ പ്രേരിപ്പിച്ചിട്ടും കാര്യമില്ല, മൂപ്പര് എണീച്ച് പോകില്ല. അപ്പോൾ ബ്രെയിനിന് മനസ്സിലാവും ഓൻ കാര്യമായിട്ട് എന്തോ ചെയ്യാണ്, അത് ചെയ്തോട്ടെ, അത് അവന് ആവശ്യമുള്ള സാധനം. സിമ്പിൾ സൈക്കോളജി. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഇതേപോലെ പേപ്പറിൽ എഴുതി വെക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് എന്താണോ ഡിസ്ട്രാക്ഷൻ തോന്നുന്നത് പേപ്പറിൽ എഴുതി വെക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പഠനത്തിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ പറയുന്ന അവസാന സമയമായിട്ടുണ്ട്. ഇനി ഇത്തരം നമുക്കിനി ഇതില്ല, ഇന്ന് ട്രൈ നോക്കുമ്പോൾ ടൈം പോലും നമ്മുടെ മുന്നിലില്ല, അത്രത്തോളം സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നുമക്കൾ, പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന മക്കൾ, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ കൊടുക്കുക, വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ, നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പൊന്നുമക്കളും ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.